എല്ലാവരും എല്ലാവരും മാജിക് മോർണിംഗ് ടു ഓൾ. എല്ലാവരും റെഡി അല്ലേ? ബിമാജിക് പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ 2075 സൂം മീറ്റിലേക്ക് ബിമാജിക് ഫോണ്ടേഴ്സ്, ബിമാജിക്കിന്റെ കരുത്തരായ ലീഡേഴ്സ്, ബിമാജിക്കിന്റെ എല്ലാമായ മെമ്പേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ സെൽഫ് കോൺഫിഡൻസ് എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് HRD ട്രെയിനറായ ജുബി ഷിബു മാം ആണ് ലീഡ് ചെയ്യുന്നത്. സോ വെൽക്കം ജുബി മാം. ഗുഡ് മോർണിംഗ് എവരിബഡി. എന്നത്തെയും പോലെ നമ്മൾ ഇന്ന് വീണ്ടും ഒരു സുപ്രഭാതത്തില് വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പൊ എല്ലാവിധ നന്മകളും എല്ലാവർക്കും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സെഷൻ ആരംഭിക്കാം. എന്റെ പേര് ഞാൻ പരിചയപ്പെടുത്തി. മാം പറഞ്ഞ പോലെ ജൂബി ഷിബു. ഞാൻ എന്റെ സ്ഥലം മൂവാറ്റുപുഴയിലാണ്. പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ പറ്റിയും കോൺഫിഡൻസിനെ കുറിച്ചും ഒക്കെ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സംഭവം നടന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് വഴി ഇല്ലാത്തത് കൊണ്ടും നമുക്കത് വിടാം. പക്ഷെ എന്നാൽ പോലും ആ ഒരു സംഭവത്തില് ആ ഒരു ഇതില് അവരുടെ അമ്മ, അതായത് ഡോക്ടർ CJ റോയ് എന്ന ആളുടെ അമ്മ ആ മരണാനന്തര ചടങ്ങില് അലമുറയിട്ട് കരയുന്ന ഒരു രംഗം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. നമ്മളെല്ലാവരും അമ്മമാരാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ ദാരുണമായ അന്ത്യത്തില് ഒരമ്മമാരനുഭവിക്കുന്ന ഒരു വേദന അത് എത്രത്തോളം വലുതാണെന്ന് വിളിച്ചറിയിക്കുന്നതായിരുന്നു ഡോക്ടർ CJ റോയിയുടെ അമ്മയുടെ ആ ഒരു അവസ്ഥ. അതെല്ലാ അമ്മമാർക്കും ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തില് അത്രയും വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അറിയാതെ പ്രതിഫലിച്ചു പോകുന്ന വേദനയാണത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഒരമ്മമാർക്കും ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം. ഒരു മുയല്, അതായത് നമ്മുടെ ലൈഫിലെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാവുന്ന സക്സസിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ കഴിയും? നമ്മുടെ ജീവൻ തന്നെ നിലനിർത്തണമെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വളരെ അത്യാവശ്യമാണ്. അതിനായിട്ട് നമുക്ക് ചെറിയൊരു കഥ കേൾക്കാം. ഒരു മുയൽ ദിവസവും ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകും. ആ പുറത്തേക്ക് പോകുന്ന സമയത്ത് മുയലിന് നോട്ടം ഇട്ടുകൊണ്ട് ഒരു പുലി, ഏറ്റവും വേഗത കൂടിയ മൃഗമാണ് പുലി അല്ലേ, ആ പുലി ഇങ്ങനെ നോട്ടം ഇട്ടുകൊണ്ട് മുയലിന്റെ പുറകെ ഇങ്ങനെ നടക്കും. ഒരു ദിവസം മുയലിന്റെ പുറത്തേക്ക് പുലി ചാടി വീണു. ചാടി വീഴാനായിട്ട് ശ്രമിച്ചു. മുയൽ ഓടി രക്ഷപ്പെട്ടു. വളരെ സ്പീഡിന് പുലി പുറകെ ഓടി, പക്ഷെ മുയലിനെ കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ മുയൽ ഭക്ഷണം കഴിക്കാനും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് വീണ്ടും ഈ പുലി ഇതുപോലെ തന്നെ കാട്ടിൽ പാത്തിരുന്നു. ഇന്ന് എന്തായാലും മുയലിനെ പിടിച്ചേ പറ്റുള്ളൂ, ഇന്ന് എന്തായാലും ഞാൻ ഇവനെ എന്റെ ആഹാരമാക്കും എന്ന് ഉറച്ചു തീരുമാനിച്ചുകൊണ്ട് അവൻ വീണ്ടും മുയലിന്റെ നേരെ എടുത്തു ചാടി. പക്ഷെ ആ ദിവസവും എന്തു പറ്റിയില്ല, പുലിക്ക് മുയലിനെ കിട്ടിയില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസമായി, നാലാമത്തെ ദിവസമായി, പല ദിവസങ്ങളിൽ പുലി നിരാശപ്പെട്ട് മടങ്ങി. അപ്പൊ അതിനുശേഷം പുലി ഇങ്ങനെ ഒരു ദിവസം അന്വേഷിച്ചു ചെന്നപ്പോ ചെറിയൊരു മാളത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന മുയലിനെ കണ്ടു. അപ്പൊ മുയലിന് ആ ചെറിയ മാളത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പുലിക്ക് പറ്റില്ല. പുലി വലിയ മൃഗമാണ് അല്ലേ. അതുകൊണ്ട് പുറത്തു നിന്നിട്ട് മുയലിനോട് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും വേഗത കൂടിയ വലിയ മൃഗമാണ്, എനിക്ക് നല്ല ശക്തിയും കരുത്തും ആരോഗ്യവും എല്ലാം ഉണ്ട്, പക്ഷെ എന്നിട്ടും നിനക്ക് എങ്ങനെയാണ് എന്നെ പറ്റിച്ചിട്ട് വേഗത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നത്? അതിന് മുയൽ പറഞ്ഞ ഒരു മറുപടി ഇതാണ്, നീ ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പുലിയോട് തിരിച്ചു ചോദിച്ചു. പുലി പറഞ്ഞു, എന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, എനിക്ക് ആഹാരം കഴിക്കണം, എനിക്ക് ജീവിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ നീ ഓടുന്നത് നിന്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഓടുന്നത് എന്റെ ജീവന് വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെ വെച്ച് ജീവനും കൊണ്ട് ഓടിയാലേ എനിക്ക് വീട്ടിൽ വന്ന് എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയൂ, എന്റെ കുടുംബത്തിനെ പുലർത്താൻ കഴിയൂ, എന്റെ സ്വപ്നങ്ങളും ആശകളും നിറവേറ്റാൻ കഴിയൂ. അപ്പൊ നമ്മുടെ മനസ്സില് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും ആശകളും ആഗ്രഹങ്ങളും വ്യക്തതയും ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം
ഏത് ആപത്ഘട്ടത്തിലും നമ്മളുടെ കൂടെ നിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതൊരു പാഠമാക്കി മാറ്റാൻ ഓരോ പ്രതിസന്ധികൾ വരും, ഓരോ കഷ്ടപ്പാടുകൾ വരും. അതിനെയെല്ലാം ഓവർകം ചെയ്യാനും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ലൈഫിലും ഇതിനെയെല്ലാം ഓവർകം ചെയ്ത് നല്ലൊരു സക്സസിലേക്ക് ഓരോ ദിവസവും ജീവിച്ചു പോകാനുള്ള പ്രേരണയെങ്കിലും കണ്ടെത്താനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു റീലുണ്ട്. ഞാൻ റീൽസ് ഇടയ്ക്ക് കുട്ടികളുടെ റീൽസ് കാണാറുണ്ട്. കാരണം കുട്ടികളെ കാണുമ്പോൾ നമുക്കറിയാം വളരെ സന്തോഷമാണ് അല്ലെ. കള്ളത്തരയില്ല, കപടതയില്ല, വളരെ ചിരിക്കുന്ന മുഖം. അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ റിലാക്സ്ഡ് ആവും. അതുകൊണ്ട് എപ്പോഴും കുട്ടികളുടെ റീൽസ് എടുത്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ കാണുന്ന സമയത്ത്, ഒരു ഇംഗ്ലീഷ് റീലാണ്, അത് കാണുന്ന സമയത്ത് ആ കുട്ടിയുടെ അച്ഛൻ ബെഡിന്റെ തൊട്ടടുത്ത് മാറി ഒരു 4-5 സ്റ്റെപ്പ് മാറി ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നു കൊണ്ട് ബെഡിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ചെറിയ കുട്ടിയാണ്, കുഞ്ഞു കുട്ടിയാണ്, ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ള കുഞ്ഞു കുട്ടിയാണ്. പതിയെ പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു കഴിവേ ആ കുട്ടിക്കുള്ളൂ. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബേബി. അപ്പൊ ഇവന്റെ അടുത്ത് അവന്റെ അച്ഛൻ പറയുവാണ്, പതിയെ പതിയെ നടന്നു വരുമെന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ്. അപ്പൊ അവനത് കാണുന്നുണ്ട്. അവൻ ചിരിച്ച്, കുഞ്ഞ അരിപ്പല്ലുകളൊക്കെ കാണിച്ച് ചിരിച്ച് അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അച്ഛന്റെ അടുത്തേക്ക് പതിയെ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുവാണ്. വീഴുവോന്ന് ചെറിയൊരു ഭയം എവിടെയൊക്കെയോ ഉള്ളിലുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ നല്ല ചിരിച്ച് ക്യൂട്ടായിട്ട് ആ ബെഡിൽ നിന്ന് കൈവിട്ട് പതിയെ ഒരു സ്റ്റെപ്പ് വെച്ചു, 2 സ്റ്റെപ്പ് വെച്ചു. 3-ാമത്തെ സ്റ്റെപ്പ് വയ്ക്കുന്ന സമയത്ത് അവൻ മറിഞ്ഞു വീഴുവാണ്. മറിഞ്ഞു വീണു. അച്ഛനെ എത്തപ്പിടിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ മാറി കുറച്ചും കൂടെ നീങ്ങിയാണ് ഇരിക്കുന്നത്. പക്ഷെ ആ വീഴ്ചയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റിരുന്ന് അവൻ നല്ല കൂട്ടുകൂടെ ചിരിക്കുകയാണ്. നമുക്ക് വളരെ കൊതി തോന്നുന്ന രീതിയിൽ ആ കുട്ടി ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അച്ഛനെ നോക്കി ചിരിക്കുന്നു. കൈകൊട്ടി ഇങ്ങനെ വളരെ നല്ല ഭംഗിയായിട്ട് കൈകൊട്ടി ചിരിക്കുകയാണ്. അപ്പൊ അച്ഛനും അവനോടൊപ്പം കൂടി ചിരിക്കുന്നു. അത് നമ്മുടെ മനസ്സിനെയൊക്കെ വളരെ സ്വാധീനിക്കുന്ന ചെറിയ വീഡിയോ ആണെങ്കിലും അത് വളരെ സ്വാധീനിക്കും. കാരണം ലൈഫ് ഈസ് സോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഒന്ന് വീണ് പോയാലും എഴുന്നേറ്റിരിക്കാനും ആ എഴുന്നേറ്റിടത്തുനിന്ന് നടക്കാനും പറ്റുമെന്ന കുട്ടിക്കൊരു വിശ്വാസം സ്വയം ഉള്ളിലുള്ളതുകൊണ്ടല്ലേ അവൻ ആർത്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ ആ വീഴ്ചയെ പറ്റി ഉത്കണ്ഠപ്പെടുന്നില്ല, ആകുലപ്പെടുന്നില്ല എന്നല്ലേ അവൻ ആ ചിരി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നും അറിയില്ലാത്ത ഒരു കുഞ്ഞു കുട്ടിയാണ് അല്ലെ. പക്ഷെ അവന്റെ ബുദ്ധിയിൽ പോലും അവന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കഴിവ്, ഒരു ആത്മവിശ്വാസം ആ കുഞ്ഞു മനസ്സിലേ തൊട്ട് ഉണ്ടായിട്ടുണ്ട്. അത് അവന്റെ അച്ഛനും അമ്മയും പകർന്നു കൊടുത്തതാവാം, ജീവിത സാഹചര്യങ്ങളിൽ നാം കണ്ടുപഠിച്ചതാവാം, എല്ലാം ആവാം. അപ്പൊ അതേപോലെ നമ്മളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മുടെ ബിസിനസ്സിലോ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകളിലോ എവിടെയൊക്കെയോ ഫെയിലിയേഴ്സ് ഉണ്ടായാൽ പോലും ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒന്ന് എഴുന്നേറ്റിരുന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും ഒന്ന് നടക്കാനുള്ള ഒരു കരുത്ത് നമ്മൾക്ക് എല്ലാവർക്കും ആർജിക്കാൻ കഴിയട്ടെ. ഇനി നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള, നല്ല സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഫോളോ ചെയ്യാം, അവരെ നമുക്ക് അനുകരിക്കാം. അത് തീർച്ചയായിട്ടും നല്ല സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള, നല്ല ധൈര്യവും ആത്മാർത്ഥതയും തന്റെ ഇടവും നല്ല സന്തോഷവും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന മുഖമുള്ളവരെ നമുക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയാം. അതായത് നമ്മളൊരു വ്യക്തിയെ കണ്ടാൽ 7 സെക്കൻഡ്സ് കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അയാളുടെ ഒരു കോൺഫിഡൻസ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ആദ്യത്തെ ഒരു 7 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ്. ആ 7 സെക്കൻഡ് കൊണ്ട് അയാളുടെ മുഖത്ത്, ചിരിയിൽ നിന്ന്, അയാളുടെ സംസാരത്തിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന്, എല്ലാം അയാൾ കാണിക്കുന്ന വെർബൽ ആൻഡ് നോൺ വെർബൽ കാര്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും അയാളുടെ ഒരു കോൺഫിഡൻസ് ആ ഗ്രൂപ്പിന് തന്നെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് തുടക്കം നന്നായാൽ പകുതിയായി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതേ രീതിയിൽ നമ്മൾ എപ്പോഴും ഈ കുട്ടിയെ പോലെ നമ്മുടെ മുഖത്ത് നമ്മൾ നല്ല ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളെ പോലെ തന്നെ ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് വളരെ ദുഃഖത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങുവാണ്. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് തിരിയാൻ നേരത്തെ വളവിൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ, നന്നായിരിക്കുന്നോ? ആ ഒരു ചോദ്യത്തിന് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പോസിറ്റീവ് ആവും. അയാളുടെ നേരെ നോക്കി ഒന്ന് ചിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഓവർകം ചെയ്യാൻ പഠിക്കും. അതേപോലെ എപ്പോഴും നമ്മുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരിയോടുകൂടി എന്തൊക്കെ പ്രശ്നങ്ങളിലും നമുക്ക് പുഞ്ചിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് തന്നെ നമ്മുടെ ഒന്നാമത്തെ വിജയമാണ്.
അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. രണ്ടാമത് നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതായത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കുക. നമ്മളിപ്പോ എവിടെയെങ്കിലും പൊതുവായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ പോവുകയാണ്, അവിടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യപ്പെട്ട് നമ്മൾ അവിടെ ചെന്ന് കൈയൊക്കെ കെട്ടി കാലൊക്കെ കൂട്ടിപ്പിടഞ്ഞ് ഇരിക്കുന്നതിനർത്ഥം നമ്മളൊരു സെൽഫ് കോൺഫിഡന്റ് ആണ് എന്നല്ല. നമുക്ക് എവിടെയൊക്കെയോ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അത് മുന്നേ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൈകളെയും കാലുകളെയും ഉപയോഗിക്കുകയാണ് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു ഓപ്പൺ ബോഡി ലാംഗ്വേജ്, ആംസ് ഒക്കെ ആണെങ്കിലും നല്ല നേരെ നിവർത്തി പിടിച്ച് കൈകൊണ്ട് എടുത്ത് സംസാരിക്കാനും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നോട്ടാണെങ്കിലും ഏറ്റവും നിവർന്ന് നേരെ നടക്കാനും കണ്ണുകളിൽ നോക്കി സംസാരിക്കാനും നമ്മൾ പഠിക്കുക. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ മുഖത്ത് നോക്കി കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നിടത്താണ് നമുക്ക് അയാളിലേക്ക് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ആശയവിനിമയം പാസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കൂടുതൽ സംസാരിക്കാതെ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അയാൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും കൂടെ കാണിക്കുന്നതാണ് കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത്. അപ്പൊ ഇതേ രീതിയിലുള്ള നമ്മൾ നടക്കുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും പെരുമാറുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ ശ്രമിക്കുക. തല കുമ്പിട്ട് താഴത്തേക്ക് നോക്കി നടക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതേ രീതിയിൽ നമ്മൾ നേരെ നിവർന്ന് ഓപ്പൺ ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുക, കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. അതുപോലെ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള അതുപോലെ തന്നെ നമ്മൾ നല്ല ക്ലിയർ ആയിട്ടും സ്ഫുടതയോടെയും വ്യക്തതയോടെയും നല്ല ഉച്ചത്തില് നല്ല സൗണ്ടില് സംസാരിക്കാൻ പഠിക്കുക. ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, ഒരു മീറ്റിംഗ് ആണ്, നമ്മൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണ്, അല്ല വേണ്ട 2-3 പേര് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ എല്ലാവരുടെയും ആ ഒരു ശ്രദ്ധ വേറെ സ്ഥലത്തേക്ക് പതറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സംസാരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിൽ വളരെ സ്ഫുടതയോടെ വ്യക്തതയോടെ നല്ല സൗണ്ടിന് നന്നായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും അവർക്ക് നമ്മളിലുള്ള വിശ്വാസവും വളർത്തിയെടുക്കാനും അതുവഴി നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാക്കാനും നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരു അറിവെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവ് നമ്മൾ സമ്പാദിക്കണം. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇപ്പൊ ഒരു മെക്കാനിക്കൽ മേഖലയിലാണെങ്കിൽ ആ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് അപ്ഡേറ്റഡ് ആവുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓരോ ദിവസവും പഠിക്കണം. ഇപ്പൊ ഞാനൊരു ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബുക്സ് വായിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നല്ല മെന്റേഴ്സിന്റെ ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ക്ലാസ്സുകളിലൂടെ ഇങ്ങനെയൊക്കെ എനിക്ക് വളരാൻ പറ്റും. അപ്പൊ അതേ രീതിയിൽ നമ്മളുടെ മേഖല ഏതുമായിക്കൊള്ളട്ടെ ആ മേഖലയിലെ വ്യക്തമായിട്ടുള്ള അറിവ് നമുക്ക് നേടണം. അത് നേടിയെടുത്താൽ നമ്മളുടെ ആത്മവിശ്വാസം മാത്രമല്ല മറ്റുള്ളവരിലേക്കും ആത്മവിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് നമുക്കത് സഹായകമാവുക തന്നെ ചെയ്യും. പിന്നെ മറ്റൊന്നാണ് കഴിവ്. നമ്മൾ ഏത് മേഖലയിലായാലും അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, ആ അറിവിനെ അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. അത് സ്കില്ലെന്ന് പറയും അല്ലേ? ഇപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളൊക്കെ എല്ലാ കോളേജുകളിലും ആഡ് ഓൺ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അതായത് തിയറി മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല, അതിന്റെ കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആഡ് ഓൺ കോഴ്സുകൾ കൂടി പഠിച്ച് അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് ഇന്നത്തെ ജനറേഷന് നല്ല കമ്പനികളിൽ മൾട്ടിനാഷണൽ കമ്പനികളിലേക്ക് അഡ്മിഷനും അല്ലെങ്കിൽ അവർക്കൊരു ജോലിയൊക്കെ വരുമ്പോൾ സെലക്ഷൻ കിട്ടുള്ളൂ എന്ന് കോളേജുകളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഉള്ള കോഴ്സുകളുടെ കൂടെ ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അത് ആ മേഖലയായിട്ട് ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളാണ് ആഡ് ഓൺ കോഴ്സുകളായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ AI എഞ്ചിനീയറിംഗിൽ തന്നെ AI ഉണ്ട്, ഡാറ്റ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ CS മാത്രമായിട്ടുണ്ട്, പിന്നെ സൈബർ സെക്യൂരിറ്റി പോലെയുള്ള കോഴ്സുകളെല്ലാം ഉണ്ട്. ഈ കോഴ്സുകളുടെ എല്ലാം കൂടെ അതാത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആഡ് ഓൺ കോഴ്സുകൾ ഈ കോളേജുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അത് തുടക്കത്തിലെ വർഷങ്ങൾ മുതൽ അവർക്ക് ഇന്റേൺഷിപ്പും മറ്റുള്ള പ്രാക്ടീസുകളും അവർക്ക് തുടക്കത്തിൽ ഒന്നാമത്തെ വർഷം മുതൽ പല കമ്പനികളിൽ പോയിരുന്ന് വർക്ക് ചെയ്യാനുള്ള പരിചയം നൽകുന്നതിന് ആവശ്യമായുള്ള ട്രെയിനിങ്ങും എല്ലാം കൊടുത്തുകൊണ്ട് അവരെ ഒരു 4 വർഷം കൊണ്ട് ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആക്കി മാറ്റി പുറത്തേക്ക് ഇറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിചയവും ജ്ഞാനവും എല്ലാം കൊടുത്ത് അവരൊരു വെൽ നോളജ്ഡ് ആൻഡ്
വെൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറ്റിയിട്ടാണ് പുറത്തേക്ക് ഇറക്കുന്നത് പല കോളേജുകളും ഒന്ന്. അപ്പൊ അതൊക്കെ നമ്മളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതോടൊപ്പം നമ്മളുടെ ആത്മവിശ്വാസവും പേരൻസിനായി നമുക്കും അതൊരു ആത്മവിശ്വാസമാണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള അറിവ്, അതുപോലെ കഴിവ്, അതിലുള്ള തിരിച്ചറിവ്, നമുക്ക് ഇന്നത് ചെയ്താൽ ഇന്ന അറിവുണ്ട്, നമുക്ക് ഈ അറിവ് ഇതുപോലെ ഉപയോഗിച്ചാൽ നമുക്ക് ഇതേ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും എന്നത് നമ്മുടെ തിരിച്ചറിവാണ്. അപ്പൊ ഈ അറിവിനെ കഴിവിനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതിനെ തിരിച്ചറിവാക്കി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ സക്സസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയും. പിന്നെ നമ്മുടെ എൻവിയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാട് അല്ലെ, നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റുപാട്. ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള കുറച്ച് ഗ്രൂപ്പിലാണ് നമ്മുടെ ഫ്രണ്ട് സർക്കിള് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ തോട്ട്സും അവരുടെ ആ നെഗറ്റീവ്സും എല്ലാം നമ്മളുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മളുടെ ഒരു എല്ലാ കാര്യങ്ങളും നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ അത് മാറും. നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു ഡ്രീമാണ്. ആ ഡ്രീം നമ്മൾ ചുറ്റുമുള്ള ഈ നെഗറ്റീവ് പീപ്പിളിനോട് ഷെയർ ചെയ്യാനായിട്ട് പോയാൽ അവരിൽ നിന്ന് 10 പേരുണ്ടെങ്കിൽ 10 പേരും പല അഭിപ്രായങ്ങൾ പറയും. അതിനകത്തൊരു 7 പേരുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ നമ്മളുടെ ആഗ്രഹത്തെ തന്നെ ഇല്ലാതെയാക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കൂടുതൽ സമയം ഈ നെഗറ്റീവ് ഗ്രൂപ്പുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കരുത്. എപ്പോഴും ഒരു പോസിറ്റീവ് സർക്കിളിനെ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് ചുറ്റും. അവരോട് നല്ല നല്ല ആശയങ്ങൾ പങ്കുവയ്ക്കുക, അവരോടൊപ്പം നടക്കാൻ ശ്രമിക്കുക, അവരോടൊപ്പം യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക. അതേ രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനോടൊപ്പം ടച്ച് ചെയ്ത് നിൽക്കുകയും അവരോടൊപ്പം ഫോണിൽ സംസാരിക്കുകയും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുടെ സ്വപ്നങ്ങളുടെ കൂടെ നമ്മുടെ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യുകയും അങ്ങനെ ഓരോ ദിവസവും നല്ല കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ ബിമാജിക് കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോഴും ഇവിടെ ഏറ്റവും നല്ല കാര്യങ്ങൾ അഫർമേഷനും അതുപോലെ മെഡിറ്റേഷനും എല്ലാം ചെയ്ത് നമ്മളൊരു പോസിറ്റിവിറ്റി രാവിലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? കാരണം അത് നമ്മുടെ കൂടെ രാത്രി വരെ ഉണ്ടാവും. അത് മറ്റുള്ളവരിലേക്കും നമ്മുടെ അടുത്ത് വരുന്നവരിലേക്കും ഇങ്ങനെ ഒരു പോസിറ്റിവിറ്റി പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ അതേപോലെ ഒരു എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. മോശം എൻവയോൺമെന്റ് ആണെങ്കിൽ അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം പിന്നെ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻസ്, അതായത് ഏത് കാര്യം ചെയ്യണമെങ്കിലും നമുക്കൊരു കൃത്യമായിട്ടും വ്യക്തമായിട്ടുമുള്ള ഒരു പ്ലാനിങ്ങും അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസും ഉണ്ടാവണം അല്ലേ? നമ്മളിപ്പോ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യണം, കുറച്ച് ദൂരെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തലേദിവസം തന്നെ പ്ലാൻ ചെയ്യും അല്ലേ? തലേദിവസം പ്ലാൻ ചെയ്ത് വ്യക്തമായിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്ത് വെക്കും. അതിനകത്ത് കൊണ്ടുപോകാനുള്ള മറ്റുള്ള മെറ്റീരിയൽസ്, ഇപ്പൊ ഒരു ക്ലാസ്സിന് പോവുകയാണെങ്കിൽ ബുക്ക്, പെന്ന് അല്ലെങ്കിൽ ലാപ്ടോപ്പ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വേറെ എടുത്തു വെക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്ന് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യും. എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ട്, മെഡിസിൻസ് ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് രാവിലെ തന്നെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചിട്ട് കിടക്കും. അതിനുശേഷം ചിലപ്പോൾ ഒരു അലാം സെറ്റ് ചെയ്യും. അലാം സെറ്റ് ചെയ്തിട്ടും നമ്മൾ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി, കുളിച്ച് റെഡിയായി ഫ്രഷ് ആയിട്ട് കറക്റ്റ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ ചെന്നിട്ട് ബസ്സിന് കയറിയിട്ട് പോകുന്ന രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ, ഇതെല്ലാം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പൊ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കി അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കറക്റ്റ് ആയിട്ട് അത് നടത്തി കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളിലേക്ക് തന്നെ ഒരു ആത്മവിശ്വാസവും ഒരു സെൽഫ് റെസ്പെക്റ്റും ഒരു സെൽഫ് ലവും ഒക്കെ ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഓരോ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങി ചെയ്യുക. അപ്പൊ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എത്ര പേര് അതിനകത്ത് മറുപടി പറയും? ഹലോ, എത്ര പേർക്ക് മറുപടി പറയാൻ പറ്റും? എല്ലാവർക്കും പറ്റും. പക്ഷെ ഒരാൾ മുന്നിട്ടിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞാല് ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ അതൊരു എന്താണ്? ഒരു തുടക്കമാണ്. അതൊരു ചെറിയ സെക്കൻഡ് കൊണ്ട് നമ്മുടെ മനസ്സിന് നൽകുന്ന കരുത്ത് ഒരു തുടക്കമായിട്ട് മാറുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുകയും നമ്മുടെ സക്സസിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ വിജയങ്ങൾ, നമ്മൾ നമ്മുടെ വിജയങ്ങൾ മാത്രം ആഘോഷിച്ചാൽ പോരാ. നമ്മൾ മറ്റുള്ളവരുടെ, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരുടെ, നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ നല്ല സക്സസ് ആയിട്ടുള്ള സെലിബ്രേഷൻസിൽ നമ്മൾ നേരിട്ട് ചെന്ന് വിളിച്ചില്ലെങ്കിൽ പോലും പങ്കെടുക്കണം. അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം, ഒന്ന് അനുമോദിക്കണം, ഒന്ന് ചേർത്ത് പിടിക്കണം. അവർക്ക് നല്ല ചെയ്തതിനെ കുറിച്ചൊന്ന് കൺഗ്രാറ്റ്സ് കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ആത്മവിശ്വാസത്തോടൊപ്പം നമുക്കും അതിലേക്ക് എത്തണം എന്നൊരു ആത്മവിശ്വാസം വരും.
അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്, യു ആർ കോൺഫിഡൻറ്റ് എന്ന് 3 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾ പറയുവാണ് യെസ് എന്ന് റിപ്പീറ്റ് ചെയ്ത് എന്നോടൊപ്പം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു 3 ടൈംസ് കൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം ഇപ്പൊ ഇരിക്കുന്നതിനേക്കാളും കൂട്ടാൻ പറ്റും. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം, ഒന്ന് ചെയ്തു നോക്കിയാലോ? യെസ്, യു ആർ കോൺഫിഡൻറ്റ്. എല്ലാരും എസ് എന്ന് പറയണം, എസ് എന്ന് സ്ട്രോങ് ആയിട്ട് പറയണം. യെസ്, യു ആർ കോൺഫിഡൻറ്റ്. യെസ്, യു ആർ കോൺഫിഡൻറ്റ്. യു ആർ കോൺഫിഡൻറ്റ്. യു ആർ കോൺഫിഡൻറ്റ്. ഇനി ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞേ, അതേ സ്ട്രെങ്ത് വെച്ചുകൊണ്ട് സ്ട്രോങ് ആയിട്ടൊന്ന് പറഞ്ഞേ. ഐ ആം കോൺഫിഡൻറ്റ്. I am confident. വ്യത്യാസം വന്നോ ഇല്ലയോ? ഹലോ, വ്യത്യാസം വന്നോ മണി സാർ? ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തു, തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. കാരണം നമ്മൾ എന്താണോ അഫർമേഷൻ, മറ്റുള്ളവർ പറയുന്ന അഫർമേഷൻസിനെ ഏറ്റെടുക്കുമ്പോഴും നമ്മുടെ അഫർമേഷൻ റിപ്പീറ്റ് ചെയ്യുമ്പോഴും നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് വർദ്ധിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ പോസിറ്റീവ് ഗ്രൂപ്പ്സിനോടൊപ്പം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ അതിനുശേഷം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഈ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്യുന്നതാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ദിവസവും എക്സർസൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നത്, നല്ല പോസിറ്റീവായിട്ടുള്ള ബുക്സ് വായിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള ലൈബ്രറി കീപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സെൽഫായിട്ട് പോസിറ്റീവായിട്ടുള്ള ടോക്ക് ചെയ്യുന്നത്, പോസിറ്റീവ് അഫർമേഷൻസ് ഇപ്പൊ ചെയ്തതുപോലെ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മളുടെ ലൈഫിലെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത് ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ കുട്ടികളിലേക്ക് ഈ ആത്മവിശ്വാസം പകർന്നു കൊടുക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കണം. കാരണം അവര് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവർക്ക് നാളെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ഒരു ബിസിനസ്സിന് പരാജയപ്പെട്ടു പോകുമ്പോൾ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് എവിടെയെങ്കിലും ഒക്കെ അവരുടെ മനസ്സിനകത്ത് ചിന്നിച്ചിതറി കിടക്കുമ്പോൾ പറക്കിയെടുത്ത് ഒരു മുത്തുമാല കോർക്കും പോലെ അവരതിനെ ധരിക്കാൻ പഠിക്കണം. അവരുടെ ജീവിതത്തിൽ സക്സസിന്റെ ഒരു അലങ്കാരമാക്കി മാറ്റാൻ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾക്ക് പറ്റണം. പിന്നെ നമ്മുടെ സോട്ട് അനാലിസിസ് ഉണ്ട് അല്ലെ? അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്, അതുപോലെ വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നന്നായിട്ട് പാട്ട് പാടാനോ കഥകൾ പറയാനോ അല്ലെങ്കിൽ നല്ലൊരു വർക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാനോ ഒരു ടെക്നിക്കൽ വർക്ക് ചെയ്യാനോ ഏത് രീതിയിലാണ് നമുക്ക് നമ്മുടെ ഏറ്റവും നല്ല സ്ട്രെങ്ത് അതെങ്ങനെ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പഠിക്കണം. ഇനി നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മുടെ സ്ട്രെങ്ത്തിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വീക്ക്നെസ് നമ്മളെ ബാധിച്ചിട്ടുണ്ടോ, അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ലൈഫില്? അങ്ങനെയാണെങ്കിൽ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ആ വീക്ക്നെസ്സിനെ നമ്മൾ പതിയെ പതിയെ ഇല്ലാതാക്കണം. നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കൂടുതൽ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതിൽ ചെയ്ത് പ്രാവീണ്യം നേടുമ്പോൾ, അതിൽ എക്സ്പീരിയൻസ്ഡ് ആവുമ്പോൾ അതിലേക്കുള്ള പേടി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിൽ നിന്ന് ഇല്ലാതെയാവും. അതുപോലെ നമ്മുടെ അവസരങ്ങള്, നമ്മുടെ ത്രെഡ്സ്, നമ്മുടെ ജീവിതത്തിലെ ഭയം. എനിക്കൊരു ഭയമുണ്ട്, എന്താണെന്നറിയോ? ഞാൻ പണ്ട് കുറെ വർഷങ്ങൾ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സ്ട്രാ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഈവനിങ് ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് 6 മണിക്ക് കമ്പനിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്ന് പോയിട്ട് കുറച്ച് ബിൽഡിംഗ് കഴിഞ്ഞിട്ടാണ് ഈ കോഴ്സ് നടത്തുന്ന സെന്റർ, അക്കാഡമി. അപ്പൊ അക്കാഡമിയിലേക്ക് പോകണമെങ്കിൽ അവിടെ ലിഫ്റ്റ് ഉണ്ട്. ഒരു 4 നില ബിൽഡിങ്ങിന്റെ മേളിലാണ് ഈ അക്കാഡമി ഉള്ളത്. ഞാനപ്പോ എല്ലാ ദിവസവും 6 മണി കഴിഞ്ഞിട്ട് ഇറങ്ങി നടന്ന് അക്കാഡമിയിലേക്ക് പോയിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് 7:00 കൂടിയിട്ടാണ് തിരിച്ച് എന്റെ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം ലിഫ്റ്റ് കയറിയ സമയത്ത് കറണ്ട് പോയി. കൃത്യത്തിന് എന്റെ ഫോണിന്റെ ബാറ്ററി ഡൗൺ ആയി പോയിട്ട് ഫോൺ ഓഫ് ആയി പോയി. അതിനകത്ത് ഹെൽപ്പിംഗ് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ലിഫ്റ്റില്. പക്ഷെ
കറണ്ട് പോയി, എന്റെ ഫോണിന്റെ ബാറ്ററി ഓഫ് ആയി പോയി. ഞാൻ മാത്രമേ ഉള്ളൂ ലിഫ്റ്റില്. ലിഫ്റ്റ് സ്റ്റക്കായി പോയി. എനിക്കത് വളരെ എപ്പോഴും ഓർക്കുമ്പോ പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ്. സത്യം പറഞ്ഞ വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുവാണ്, ഇതിനി കറണ്ട് പെട്ടെന്ന് വന്നില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്തായി പോവും. ഞാൻ ഇരുട്ടിലാണ്, എന്റെ ഫോൺ തെളിയുന്നില്ല, എനിക്ക് ആരുമായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, നല്ല ഇരുട്ടാണ്, കറണ്ട് പോയിട്ടുണ്ട്, എനിക്ക് അവിടെ ആരെയും കൂടുതൽ ആ ബിൽഡിങ്ങിൽ പരിചയമില്ല, ഞാൻ പുതിയതായിട്ട് പഠിക്കാൻ പോയിട്ടുള്ളതാണ്, എനിക്ക് വേറെ ഒരു മാർഗവും ഇല്ല. ഞാൻ അങ്ങനെ ദൈവത്തിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് അഫർമേഷനൊക്കെ കൊടുത്ത് ഇങ്ങനെ കുറച്ചു നേരം നിന്നു, ഒരു 5 മിനിറ്റ് നിന്നു. മനസ്സിൽ തോന്നുന്നു, നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്, ഇനി ഇവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും അല്ലേ. അങ്ങനെ വന്നു. ഞാൻ നല്ല ഭയപ്പെട്ടു, നല്ല പേടിച്ചു. ഉത്കണ്ഠയും സംശയവും വ്യാധിയും ആദ്യം ഒക്കെ എന്റെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടോ എന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടോ എന്റെ അഫർമേഷന്റെ ഒരു ഇതും കൊണ്ടോ ഒരു 5, 8, 10 മിനിറ്റിനുള്ളിൽ കറണ്ട് വന്നു. ലിഫ്റ്റ് ഓണായി. ഞാൻ മേളിൽ ചെന്നു. എനിക്ക് ക്ലാസ്, കാരണം എന്റെ ആ അനുഭവം എന്റെ മനസ്സിൽ കിടക്കുവാണ്. അപ്പൊ ഓരോ സമയത്ത് ഇതുപോലെ തനിയെ ലിഫ്റ്റിൽ കയറുന്ന സമയത്തും എനിക്ക് ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ അത്ര ഭയമില്ല. കുറച്ചു കാലത്തേക്ക് ലിഫ്റ്റ് ഉപയോഗിക്കില്ലായിരുന്നു. കുറച്ച് നാളത്തേക്ക് ആ ബിൽഡിങ്ങിൽ ക്ലാസ്സിനൊക്കെ പോകുന്ന സമയത്ത് ലിഫ്റ്റ് ഉപയോഗിക്കില്ല. സ്റ്റെപ്പ് കയറി പോകും 4ാമത്തെ നിലയിലേക്ക്. പിന്നെ പതിയെ മാറി ആളുകളൊക്കെ വരാൻ വേണ്ടി നോക്കി, ആളുകളുടെ കൂടെ കയറി പോയി തുടങ്ങി. ഇപ്പൊ പിന്നെ തീർത്തും കുറച്ചൊക്കെ ഭയം മാറി. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും തനിയെ ലിഫ്റ്റില് ഇരുട്ടത്ത് രാത്രിയൊക്കെ കയറുമ്പോൾ ഇപ്പോഴും ആ ഒരു ഓർമ്മ മനസ്സിലേക്ക് വരും. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഭയങ്ങളെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ, ഞാനാണെങ്കിലും ആരാണെങ്കിലും, എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇരുട്ടത്ത് ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇരുട്ടത്ത് പെട്ടുപോകുമ്പോഴും ഒക്കെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ അതിലേക്ക് ചിന്ത കയറി വരും അല്ലേ. അപ്പൊ അങ്ങനെ ചെറിയ ഭയപ്പെടുത്തുന്ന ഇപ്പോഴും, പക്ഷെ എന്നാൽ പോലും ഏറെക്കുറെ ഒരു 70% ഓവർകം ചെയ്ത് പഴയ രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ലിഫ്റ്റിലൊക്കെ കയറാനും അല്ലെ അതിനുള്ള ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേ രീതിയിൽ നമ്മുടെ സ്ട്രെങ്ത്തിനെ അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സിനെ, നമ്മുടെ ത്രെഡ്സിനെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആക്കിയിട്ടും നമ്മുടെ സ്ട്രെങ്ത് ആക്കിയിട്ട് മാറ്റാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയും. ഇനി നമുക്കൊരു ചെറിയൊരു കഥ കൂടി കേൾക്കാം. അതായത് തായ്ലൻഡിൽ 1957 ഒരു കാലഘട്ടത്തില് ഒരു വലിയ ഒരു ബുദ്ധന്റെ ഒരു മൺപ്രതിമയുണ്ടായിരുന്നു. വളരെ വലിയ പൊക്കത്തില് നല്ല ഉയരത്തിലുള്ള വലിയൊരു പ്രതിമ, കിലോ കണക്കിന് ഭാരമുണ്ടാവും, അത്രയ്ക്ക് വലിയൊരു പ്രതിമയാണ്. അപ്പൊ ഈ ബുദ്ധത്തിന്റെ അമ്പലത്തിന്റെ പണി നടക്കുവാണ്. അപ്പൊ അവിടെ ബുദ്ധസന്യാസിമാരൊക്കെ താമസിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രതിമ വെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ ബുദ്ധസന്യാസിമാരും ആ ഒരു പ്രതിമയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും. അവരവിടെ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഒരു മൺപ്രതിമയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ അമ്പലം പുതുക്കി പണിയാനായിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കുകയുണ്ടായി. തീരുമാനം വന്നു. അപ്പൊ ബുദ്ധന്റെ പ്രതിമ കുറച്ച് ദൂരത്തേക്ക് മാറ്റി ഒരു സ്ഥലത്തേക്ക് വെച്ചാലാണ് അവിടെ അമ്പലത്തിന്റെ പണി നടക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ അവിടെ പണി നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് ആളുകൾ എത്ര ആളുകൾ കൂടിയാലും മാറ്റിവെക്കാൻ പറ്റാത്ത അത്രയും വലിപ്പവും ഉയരവുമുള്ള പ്രതിമയാണ്. അതുകൊണ്ട് അവരൊരു ക്രെയിൻ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ ബുദ്ധ സന്യാസിമാരും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനും എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ക്രെയിൻ കൊണ്ടുവന്ന് ആ ക്രെയിനും കൊണ്ട് ഈ ബുദ്ധന്റെ പ്രതിമ ഒരു സൈഡിൽ നിന്ന് ഇളക്കാൻ തുടങ്ങി. അങ്ങനെ ഇളക്കി തുടങ്ങണതിന് മുമ്പ് ആ മണ്ണ് അതായത് മൺപ്രതിമയാണല്ലോ, മണ്ണിന്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി. അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോ ബുദ്ധസന്യാസിമാർക്ക് മനസ്സിലായി, ഇനി ഇത് കൂടുതൽ ഇളക്കിയാൽ എന്ത് പറ്റും, ഇത് നശിച്ചു പോകും. അവര് അത്രയും ആരാധനയോടെ റെസ്പെക്ട് കൊടുത്ത് അവർ പൂജിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രതിമയാണ്. അവരതുകൊണ്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ട്രെയിൻ തിരിച്ചുപോയി. അങ്ങനെ രാത്രിയായി, മഴ ആരംഭിച്ചു, ശക്തമായിട്ടുള്ള മഴ. ആ മഴയുടെ സമയത്ത് എന്തുപറ്റി, നമ്മുടെ ബുദ്ധന്റെ പ്രതിമയിലേക്ക് വെള്ളം ശക്തിയായിട്ട് വീഴാൻ തുടങ്ങി. ആ പൊട്ടിപ്പോയ സ്ഥലത്തുള്ള മണ്ണിങ്ങനെ ഒലിച്ചു പോകാൻ തുടങ്ങി. ഇപ്പൊ ബുദ്ധ സന്യാസി മഠത്തിലെ സന്യാസിമാരുടെ ഗുരു ഉണ്ട്. അയാൾക്ക് ഇങ്ങനെ ആകുലതയായി, ദൈവമേ, ഇത്രയും നാള് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ബുദ്ധന്റെ പ്രതിമ മഴയത്ത് എന്ത് പറ്റും? അയാളൊരു കുടയൊക്കെ ചൂടി ഈ ബുദ്ധ പ്രതിമയുടെ അടുത്ത് വന്ന് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ മണ്ണ് ഒലിച്ചു പോയ
ആ സ്ഥലത്ത് ഒരു സ്വർണത്തിന്റെ തിളക്കം അയാളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ സ്വർണത്തിന്റെ തിളക്കം കണ്ടു. അയാൾ കൈ കൊണ്ട് കൂടുതൽ ശക്തമായിട്ട് തൊട്ടു നോക്കിയപ്പോൾ അവിടെ നല്ല കട്ടിയുള്ള ഒരു സ്വർണത്തിന്റെ ഇതാണ് കണ്ടത്. അങ്ങനെ മറ്റുള്ളവരെല്ലാരും വന്ന് ആ പ്രതിമയിലെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്തു. നീക്കം ചെയ്തു കഴിഞ്ഞപ്പോ ഏകദേശം നല്ല ഉയരത്തില്, വളരെ നല്ല ഉയരത്തില് വലുപ്പത്തിലുള്ള വലിയ കട്ടി കൂടിയ ഒരു ക്രെയിൻ എടുത്താൽ പോലും പൊങ്ങാത്ത രീതിയിൽ കട്ടിയുള്ള സ്വർണം, ആ പ്രതിമ മൺപ്രതിമയായിരുന്നില്ല, അതൊരു സ്വർണത്തിന്റെ പ്രതിമയായിരുന്നു. അങ്ങനെ അവരതിനെ തേച്ച് മിനുക്കി അവരെ ഏറ്റവും സുരക്ഷിതമായിട്ട് ഒരു സ്ഥലം ഉണ്ടാക്കി അവിടെ സേഫാക്കി സൂക്ഷിച്ചു പൂജിച്ചു. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിങ്ങനെ പുറത്ത് നമ്മുടെ അലസതയും നമ്മുടെ മറ്റുള്ള വൈകാരിക ഭാവങ്ങളും എല്ലാം മൂടിക്കിടന്ന് നമുക്കൊന്നും ചെയ്യാത്ത രീതിയിൽ നമ്മളെ തന്നെ ആക്കി വെച്ചിരിക്കുന്ന കുറെ ചിന്തകളുണ്ട്. ഇതിനെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ മണ്ണെല്ലാം ഒലിച്ചുപോയി സ്വർണം കൊണ്ട് തിളങ്ങുന്ന, വിലമതിക്കാനാവാത്ത വളരെ കഴിവുകളുള്ള, അത്രയും കഴിവുകളുള്ള ഓരോ വ്യക്തികളും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസം വളർത്താൻ നമുക്ക് എല്ലാവർക്കും ഓരോ ദിവസവും ഓരോ നിമിഷവും കഴിയട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും വിജയങ്ങൾ നമുക്ക് തൊട്ടടുത്തേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. സ്വന്തം കഴിവുകളിലും തീരുമാനങ്ങളിലും പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ കുറിച്ചും മാം പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ഇനി ഫീഡ്ബാക്ക് ടൈമാണ്. എല്ലാവരും ഫീഡ്ബാക്ക് പറയുക. ഹലോ ഹലോ, ആ ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. പേര് വിളിക്കണോ? മുസ്തഫ സാർ. മാജിക് മോർണിംഗ് മാഡം, നല്ലൊരു ടോപ്പിക്കാണ് പറഞ്ഞിരുന്നത്, സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയിട്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു നിങ്ങൾക്ക്. കാരണം നല്ലൊരു ഉദാഹരണം പറയും, നമ്മുടെ ഓരോ ജീവിതത്തിൽ വരുന്ന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതിനെ പറ്റിയുള്ള ക്ലാസ് ആയിരുന്നു. നല്ലൊരു ഉദാഹരണമൊക്കെ മാഡം പറഞ്ഞിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സാർ. രഞ്ജിത്ത് സാർ. മാജിക് മോർണിംഗ് മാം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അത് ഇതിൽ പലരും പലപ്പോഴും കേട്ടിട്ടുള്ള സ്റ്റോറീസോ ഇങ്ങനെ മോട്ടിവേറ്റുള്ള പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവുമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പലപ്പോഴും കേൾക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കേൾക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയും അതിൻ്റെ റിസൾട്ട് നമുക്ക് ആ ഒരു തോന്നലും ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാവുക. ഇങ്ങനത്തെ സ്റ്റോറീസ്, ചെറിയ സ്റ്റോറീസൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരിക്കും പലർക്കും. ഈ ഇത്തരം ചെറിയ സ്റ്റോറീസ് കേൾക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അവരുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോറിയിൽ കൂടെയുള്ള മോട്ടിവേഷൻസ് ഭയങ്കര എഫക്റ്റീവായിട്ട് ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേട്ടിട്ടുള്ള ചിലർക്കെങ്കിലും അത് അവരുടെ ഏതെങ്കിലും അവർ ഈ അവർക്ക് ഇഷ്യൂ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്യാനും അവർക്ക് അതിനെ ഓവർകം ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, എൻ്റെ ഓഫ് യു. വിധുബാല മാം. ആ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് മാം, വളരെ നല്ലൊരു ടോപ്പിക്കാണ് എടുത്തത്. നന്നായിട്ട് തന്നെ അത് പറഞ്ഞു തന്നു. ഒത്തിരി പോയിന്റുകൾ ഉൾപ്പെടുത്തിയാണ് മാം അത് സ്വന്തം അനുഭവത്തിലൂടെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കഥകളിലൂടെയും നന്നായിട്ട് പറഞ്ഞു. നല്ല കോൺഫിഡൻ്റ് ആയി. പലപ്പോഴും പല കാര്യവും ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ കൊണ്ട് പറ്റുമോ ഇങ്ങനെ ഒരു 100 ചോദ്യം ഞാൻ തന്നെ സ്വയം എന്നോട് പലപ്പോഴും ചോദിക്കും. പക്ഷേ അതിനൊക്കെ ഒരു ആൻസർ ആയിരുന്നു ഈ ഒരു ക്ലാസ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. സാജിദ മാം. ഓക്കെ മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ഈ ക്ലാസ് കേട്ടപ്പോൾ മാമിൻ്റെ ഒരു ഹെൽപ്പും കൂടി വേണം തോന്നി.
പിന്നെ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയി ഇരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് നെഗറ്റീവായിട്ടുള്ളൊരു ടീമിൻ്റെ കൂടെ ഒരുപാട് പിന്നെ മണിക്കൂറുകൾ നമ്മൾ ഡെയിലി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലും നമ്മൾ കോൺഫിഡൻറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് മാം എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞുതരും. എല്ലാം പല എന്താ പറയുക, നെഗറ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ കൂടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ നിർബന്ധിതമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് പിന്നെ അതിനെ നമ്മൾ കാണേണ്ടത്, നമ്മുടെ കോൺഫിഡൻറ്റിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് ബ്രീഫായിട്ട് ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഈ ക്ലാസ്സുകളിലേക്ക് വന്നപ്പോൾ മുതൽ മാം അതിനെ കുറിച്ച് ജീവിതത്തിൽ മാറ്റാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ ആ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ധൈര്യവും തൻ്റെ ഇടവും കഴിവും എല്ലാം ആർജിക്കാനായിട്ട് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ക്ലാസ്സുകളും അതുപോലെ അറ്റ്മോസ്ഫിയറും അവന് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഓരോ ദിവസം കിട്ടുന്ന മെഡിറ്റേഷൻസിൽ നിന്നും അഫർമേഷൻസിൽ നിന്നും ഞാൻ പറഞ്ഞ പോലെ നല്ല പോസിറ്റീവ് അഫർമേഷൻസ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അവരോടൊപ്പം ഇരിക്കുമ്പോൾ അവരെപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ടോക്കാണ് ചെയ്യണമെങ്കിൽ അവരെ മാറ്റാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കാനും നടക്കില്ല. കാരണം അവർക്കത് ശീലമായി പോയി. അപ്പൊ നമ്മൾ ആ ശീലത്തിൽ പെടാതെ നമ്മുടെ കാതുകളെ സംരക്ഷിക്കുക, നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മാം എപ്പോഴും മാമിന്റെ ജോലിയിൽ എൻഗേജ്ഡ് ആവുക, അതിലേക്ക് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുക, അതിലേക്ക് എന്തെങ്കിലും ഏത് രീതിയിലുള്ള വർക്കാണോ ചെയ്യുന്നത് അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അവരോടൊപ്പം ഫ്രീ ആയിട്ട് ചെലവാക്കുന്ന സമയം കൂടുതൽ ഒഴിവാക്കുക. അതിനുശേഷം കിട്ടുന്ന സമയത്ത് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നല്ല പാട്ടുകൾ, ഇയർഫോൺ ഒക്കെ ഉണ്ടല്ലോ, ഹെഡ്ഫോൺ ഒക്കെ ഉണ്ടല്ലോ, ആ ഹെഡ്ഫോൺ വെച്ചിട്ട് നല്ല പാട്ടുകൾ കേൾക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ചെറിയ ചെറിയ സ്റ്റോറീസ് ഇടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുക. ലഞ്ച് ടൈമിലൊക്കെ മാക്സിമം തിരക്ക് കാണിച്ചിട്ട് അവരോടൊപ്പം ഇരുന്ന്, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണല്ലോ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ലഞ്ച് ടൈമിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ തിരക്കാണ് എന്ന് കാണിച്ചുകൊണ്ട് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഡിസ്കഷൻസ് ഒഴിവാക്കുക. അതുപോലെ ഈവനിങ് ടീ ബ്രേക്കിലും ഒക്കെ അങ്ങനെയുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അവോയ്ഡ് ചെയ്ത് തന്നെ കളയണം. കാരണം ഒരു നെഗറ്റീവ് ഗ്രൂപ്പിനെ മാറ്റിയെടുക്കുന്നതിനേക്കാൾ നമ്മൾ സ്വയം മാറുന്നതാണ് നമുക്ക് നല്ലത്. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ വിളികൾ ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് കുറെയൊക്കെ നമ്മളെ തന്നെ രക്ഷിക്കാം. പിന്നെ അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 1-2 പേരെങ്കിലും കൊണ്ടുവന്നാൽ അവരിലൂടെ നമുക്ക് മറ്റുള്ളവരെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതുബാല മോർണിംഗ് മാഡം, നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു സംഭവമാണ് സെൽഫ് കോൺഫിഡൻസ്. നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എന്നെ കൊണ്ട് പറ്റൂ, എനിക്ക് ചെയ്യാൻ പറ്റൂ എന്ന്. ജസ്റ്റ് മാഡം പറഞ്ഞതുപോലെ എനിക്ക് ഇരുട്ടിന്റെ ഭയമാണ്. സ്റ്റെപ്പ് കുറച്ച് വീട്ടിന്റെ തന്നെ, നമ്മളെ വീടിന്റെ ടെറസിൽ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു 5-6 സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ തന്നെ എനിക്കതൊരു ഭയമാണ്, പിന്നെ മേളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ എനിക്കുണ്ട്. മാഡം പറയുമ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്തപ്പോൾ ഞാനിപ്പോ ഇതിൽ വന്നതിന് ശേഷം കുറെ മാറ്റങ്ങൾ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ്സിലൂടെ കുറെ കാര്യങ്ങൾ കിട്ടിയത് കൊണ്ട് കുറച്ചൊക്കെ എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അത് പൂർണ്ണമായിട്ട് മാറിയെന്ന് ഞാൻ പറയില്ല, കുറേശ്ശെ മാറിയിട്ടുണ്ട്. എന്നാലും മാഡം എന്ന് പറഞ്ഞ ആ ഒരു ക്ലാസ്സിലൂടെ ഈ പറഞ്ഞ നെഗറ്റീവ് പറയുന്ന ആളുകളിൽ നിന്നും അവരെ നമ്മൾ നന്നാക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോണതാണ് നല്ലതെന്നുള്ളത് മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് നന്നാവാൻ പറ്റും, നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും എന്നുള്ളത് ഈ ക്ലാസ് കിട്ടും മനസ്സിലായി. താങ്ക് യു മാഡം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ശ്രീഷ്ണ, ഇഷ്ടമുള്ളവര് പറഞ്ഞോളൂ കേട്ടോ, പേര് വിളിക്കാണ്ട്. മാജിക് മോർണിംഗ് പറഞ്ഞോളൂ. ജുബി മാം, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സെൽഫ് കോൺഫിഡൻസിന്റെ ക്ലാസ്സുകൾ. പക്ഷെ എത്ര കേട്ടാലും നമുക്ക് ആ ഒരു എന്താ പറയാ, പിന്നെയും കുറെ ഡൗട്ടുകൾ ഉണ്ടാവും. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും സ്റ്റക്ക് ആകുമ്പോൾ വീണ്ടും ഡൗൺ ആയി പോവാറുണ്ട്. പിന്നെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് കാരണം നമ്മളിടയ്ക്ക് ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കാൻ ശ്രമിക്കും. മാം പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻ ചിന്തിക്കും. അങ്ങനെയൊക്കെയാണ് സർവൈവ് ചെയ്ത് ആ ഒരു ചേഞ്ചസ് മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു സെഷൻ ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. ശിലാമ്മ, മണിസാറ് മാജിക് മോർണിംഗ് ദിവ്യ മാം, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നല്ല ഒഴുക്കോട് കൂടിയിട്ട് ക്ലീൻ ആയിട്ട് നല്ലൊരു സെഷൻ ആയിരുന്നു.
അപ്പൊ നമ്മള് വളരെ പ്രതിസന്ധികൾ വരുമ്പോഴോ അല്ലെങ്കിൽ ആപൽഘട്ടത്തിലോ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മൂവ്മെന്റ് നല്ല തരണം ചെയ്യാൻ പറ്റും. നല്ല വിശ്വാസത്തോട് കൂടിയിട്ട്, ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് എന്തിനു നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കുമാണ്. അതേസമയത്ത് നല്ലൊരു അറിവുകളാണ് ഇന്ന് കിട്ടിയത്. മാമിന്റെ 2-3 നല്ല എക്സാമ്പിൾ ആണ്. കുട്ടിയുടെ എക്സാമ്പിൾ ആയാലും ശരി, അത് ആ മുയലിന്റെ എക്സാമ്പിൾ ആയാലും ശരി, ആ ബുദ്ധന്റെ പ്രതിമയുടെ എക്സാമ്പിൾ ആയാലും വളരെ ഇതിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അപ്പൊ നമ്മളെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മള് തിരിച്ചറിയണം നമ്മളെ കഴിവുകളും നമ്മളെ കുറവുകളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ട് നമ്മൾ അത് സ്കില്ല് നമ്മൾ അപ്ഡേറ്റ് ആകാൻ വേണ്ടിയിട്ട് പലതും പഠിക്കാനുണ്ട്, ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യവും, അതുപോലെ നമ്മളെ പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ നമ്മൾ മൂവ് ചെയ്യണം എന്നുള്ളത്, കഴിയുന്നതും ഈ ടോക്സിക് പീപ്പിൾ ആയിട്ടുള്ള അകലം പാലിക്കാനും ശ്രദ്ധിക്കാന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട്. ബിരുദം കുറെ നല്ല പോയിന്റോട് കൂടിയാണ് ഇന്ന് ക്ലാസ് എടുത്തത്. നല്ല യൂസ്ഫുൾ ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഷീജ മാം, ബഷീർ സാറ്, ശില മാം. നെക്സ്റ്റ് മോർണിംഗ്. താങ്ക് യു ജോബി മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. സെൽഫ് കോൺഫിഡന്റ് ഒക്കെ വളരെ കുറവുള്ള ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ ഇങ്ങനെയുള്ള ഇതിലൊക്കെ വന്നിരുന്നു, ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട് ഞാൻ തന്നെ ഇപ്പൊ സ്വയം മാറി എന്നുള്ളൊരു ലെവലിൽ വന്നു. എനിക്കിപ്പോ കുറച്ചൊക്കെ കോൺഫിഡന്റും കുറച്ച് ധൈര്യവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. നല്ല ക്ലാസ് ആയിരുന്നു. ലാസ്റ്റ് ഒക്കെ പറഞ്ഞ ആ ബുദ്ധന്റെ ആ എക്സാമ്പിളൊക്കെ നമ്മൾ തന്നെ ഉണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അത് നമ്മളൊന്ന് പൊടി തട്ടി എടുക്കുക. ഈ പഴയതുപോലെയല്ല, ഇപ്പൊ എനിക്ക് കുറെ മാറ്റങ്ങൾ വന്നു. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ വേണം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു. നീ ആരാ ഫീഡ്ബാക്ക് പറയാൻ? ബഷീർ സാർ ഉണ്ടോ? ബഷീർ സാർ, ശില മാം ഇല്ലല്ലോ. ഇനി ആരാ ഫീഡ്ബാക്ക് പറയാനുള്ളത്? ഓക്കെ, പറയാം. പറഞ്ഞു. എന്താണ് സെൽഫ് കോൺഫിഡൻസ്? നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറെ പോയിന്റ്സും അതുപോലെ തന്നെ നമുക്ക് എക്സാമ്പിൾസും ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് തീർച്ചയായിട്ടും സെൽഫ് കോൺഫിഡൻസ് ആവശ്യമാണ്. നമ്മുടെ എബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കി ചില കാര്യങ്ങൾ ചെയ്യുക. എബിലിറ്റീസ് തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ബ്രേക്കായി. ഓക്കെ, ബ്രേക്കായി. ശരി. ഓക്കെ, 6:32 നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശിലാമാം ബ്രേക്കായേ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാവേ. ലക്ഷ്യങ്ങൾ കൈവരിക്കാനും വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാനും പോസിറ്റീവ് ചിന്താഗതി നിലനിർത്താനും സെൽഫ് കോൺഫിഡൻസ് അത്യാവശ്യമാണ് എന്നൊരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സെൽഫ് കോൺഫിഡൻസിനെ സംബന്ധിച്ച് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത ജുബി മാമിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കുകയും ഫീഡ്ബാക്ക് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ബിമാജിക്കിന്റെ എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ജൂബി മാം. Thank you all. Thank you, Juby ma'am. Thank you, Juby ma'am. Thank you all. Thank you.